സംസാരമായിട്ട് നമ്മൾ കണ്ടാൽ മതി. എല്ലാ കല്യാണത്തിനും എല്ലാ സൽക്കാരത്തിനും പോയാൽ ഭക്ഷണത്തെ പറ്റി അഭിപ്രായം പറയും. പക്ഷേ നമ്മുടെ ആത്മാവിന് വിശപ്പനുഭവപ്പെടുന്നുണ്ട് കുറേ കാലമായിട്ട്. അതിലുള്ള ഭക്ഷണം എവിടെയും കിട്ടുന്നില്ല. നേരത്തെ ജലീൽ മാഷ് സൂചിപ്പിച്ചല്ലോ, 3 നേരവും 4 നേരവും ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരാരും ഇല്ല. ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിൽ വിഭവങ്ങളുണ്ട്. ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ബാക്കി വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ ആമാശയത്തിനുള്ള ഒരു വിശപ്പ് നമ്മൾ അറിയുന്നില്ല. ആമാശയം നിറഞ്ഞിട്ട് അതിൻ്റെ പേരിലുള്ള പ്രശ്നം. അറബിയിൽ മുസ്തഫ ലുത്ഫി മൻഫലൂത്തിൻ്റെ ഒരു വാക്കുണ്ട്, അപൂർവം ചില ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും ഉണ്ടവർ. നമ്മൾക്ക് തോന്നുകയാണ് എല്ലാവരും സുഭിക്ഷരാണ് എന്ന്. അല്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്നാൽ കരയേറേണ്ടവർ എത്രയോ പേർ പാടത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് കവി അന്ന് പാടിയിട്ടുണ്ട്. എങ്കിൽ അന്നത്തെ ദരിദ്രാവസ്ഥയെ ചൂണ്ടിക്കാണിയിട്ടല്ല, ഇന്നും ആ കവിത കാലഹരണപ്പെട്ടിട്ടില്ല, നിത്യപ്രസക്തമാണ്. അപ്പോൾ നമ്മൾ ഈ വിശപ്പ് നമ്മൾ മൻഫലൂത്തിയുടെ ഒരു വാക്ക്, അതായത് ബിത്താനത്തുൽ ഗനിയ്യി ഇന്തിഖാമു ജൂഇൽ ഫഖീർ എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു അർത്ഥവാക്യം വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ മനോഹരമായി അറബിയിൽ എഴുതിയിട്ടുള്ള ലോകപ്രശസ്തനായ സാഹിത്യകാരനാണ് ഈജിപ്തിലെ മുസ്തഫ ലുത്ഫി മൻഫലൂത്തി. അദ്ദേഹത്തിൻ്റെ ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ഒരു വാക്കാണത്. അതായത് ബിത്താനത്തുൽ ഗനിയ്യി ഇന്തിഖാമൽ ജൂഇൽ ഫഖീർ. ഈ ധനികൻ അനുഭവിക്കുന്ന വയറിൻ്റെ പ്രശ്നമുണ്ടല്ലോ, അസുഖം, പലജാതി അസുഖങ്ങൾ, ഭക്ഷണം കൂടിയിട്ടുണ്ട് അസുഖങ്ങൾ, അത് യഥാർത്ഥത്തിൽ ദരിദ്രൻ അനുഭവിക്കുന്ന വിശപ്പിൻ്റെ ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദരിദ്രൻ അനുഭവിക്കുന്ന വിശപ്പിൻ്റെ ശിക്ഷയാണ് ധനികൻ അനുഭവിക്കുന്ന വയറിൻ്റെ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആമാശയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ആശങ്കയില്ല, അത് കൂടിപ്പോയിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആത്മാവിന് ഭക്ഷണം കിട്ടുന്നില്ല. ഇഷ്ടം പോലെ ഖുതുബകളുണ്ട്, ഇഷ്ടം പോലെ യൂട്യൂബിൽ മതപ്രഭാഷണങ്ങളുണ്ട്, ഇഷ്ടം പോലെ മത പഠന വേദികളൊക്കെയുണ്ട്. പലരോടും ചോദിച്ചാൽ ഞാൻ ആ തജ്വീദ് ക്ലാസ്സിലുണ്ട്, മറ്റേ ഓൺലൈൻ ക്ലാസ്സിലുണ്ട്, ആ ഖുതുബകൾക്ക് അല്പം മുമ്പ് കണ്ടു. എന്നിട്ടും ആമാശയത്തിൽ ആ ഭക്ഷണം എത്താത്ത അനുഭവങ്ങളുമുണ്ട്. ഇതൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ വേറെയുമുണ്ട്. അല്പം മുമ്പ് സങ്കടകരമായൊരു കാര്യം കണ്ടു. ഒരു 10-25 വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ ഒരു ആവർത്തനം ഇന്ന് വേറൊരാളിൽ നിന്ന് കേട്ടു. ഹജ്ജ് ക്യാമ്പിൽ ഇഞ്ചക്ഷൻ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഉമ്മയെ കണ്ടു, എനിക്ക് പരിചയമുള്ള, ഈ പരിസരത്തുള്ള ഒരാളാണ്. ആ ഉമ്മയും മകളും തമ്മിൽ 5 വർഷമായി തെറ്റ് നിൽക്കുകയാണ് എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ മകളെ കണ്ടോ? മകളുമായിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകാനുള്ള ആളാണ്. 1 മാസം വീടുകളിലും ബന്ധുക്കളിലുമൊക്കെ ഞാൻ ഹജ്ജിന് പോന്നേ എന്ന് യാത്ര ചോദിച്ച പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ മകളെ പോയി കണ്ടോ? ഇല്ല, ഞാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഉമ്മ മോളെടുത്ത് പോകേണ്ടതില്ല, മോൾ ഉമ്മാൻ്റെ അടുത്ത് വരട്ടെ. നോക്കൂ, ഞാൻ പറഞ്ഞു, ആ ഉസ്താദ് പരലോകത്ത് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ ഇനിയും 5 ദിവസമുണ്ട്. നിങ്ങളുടെ മകളുടെ അടുത്തേക്ക് പോവുക. ഞാൻ ഹജ്ജിന് പോവുകയാണ് മകളുടെ അടുത്താണ് തെറ്റെങ്കിൽ പോലും, നിങ്ങളുടെ അടുത്താണ് ശരിയെങ്കിൽ പോലും ഈ ഈഗോ മാറ്റിവെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഹജ്ജിന് പോകേണ്ടത്. എന്നിട്ട് പിന്നെ അവർ മകളുമായിട്ട് നന്നായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് അങ്ങനെയുള്ളൊരു സംഭവം കണ്ടു. ഖുർആൻ ക്ലാസ്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ അനുജത്തി, എൻ്റെ ജ്യേഷ്ഠത്തി 2 ദിവസം മുമ്പ് ഹജ്ജിന് പോയി. നിങ്ങളറിയോ, ഞാൻ അവരുടെ അയൽവാസിയാണ്. എല്ലാവരോടും പറഞ്ഞു, കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടില്ല. മിണ്ടാതെ തെറ്റ് തിരുത്താതെ ആണ് ഹജ്ജിന് പോയി. പ്രാർത്ഥനാ പുസ്തകങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെറ്റ് നിൽക്കുന്ന അനിയത്തിയോട് ഏട്ടത്തിയോട് ഒന്ന് മിണ്ടാൻ, അസ്സലാമു അലൈക്കും പറയാൻ മനസ്സ് വിശാലമാകാതെ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ ഇനി ഖുർആൻ ക്ലാസ്സിൽ വരുന്നത് എന്തിനാണ്? അപ്പോൾ എൻ്റെ വൈഫ് ഖുർആൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ടെന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് നേരിട്ടറിയാം. എൻ്റെ വൈഫ് ഖുർആൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്, എന്താ കാര്യം എന്ന ഒരു പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഏത് ഭാഗത്ത് പെടുന്നു? ഇത്തരം ക്യാമ്പുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇത്തരം ഉത്ബോധനങ്ങൾ, ആമാശയത്തെ പോഷിപ്പിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ടുവോളം കിട്ടുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാതെ ഭക്ഷണം കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ
നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കാത്ത കേവലമായ ഒച്ചകൾ മാത്രമായിട്ട്, ശബ്ദ തരംഗങ്ങൾ മാത്രമായിട്ട് ഇത് മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുന്നത് വിശുദ്ധമായ ദിവസങ്ങളിലേക്കാണ്. നാളെ ദുൽഹജ്ജ് 1 തുടങ്ങുകയാണ്. 10 ദിവസം കഴിഞ്ഞാൽ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്താണ് ദുൽഹജ്ജിൻ്റെയും ബലിപെരുന്നാളിൻ്റെയും? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ മക്കത്തെത്തിക്കഴിഞ്ഞു. അവർ ദുൽഹജ്ജ് 8-ന് മിനായിലേക്ക് പോയി. ദുൽഹജ്ജ് 13 വരെയുള്ള 6 ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ ഒരുങ്ങിപ്പാർത്ത് കാത്തിരുന്ന ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹജ്ജിൻ്റെ ബലിപെരുന്നാളിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ജലീൽ മാഷ് അത് സൂചിപ്പിക്കുകയുണ്ടായി. മില്ലത്ത അബീക്കും ഇബ്രാഹിം. നമുക്ക് 2 ഉപ്പയാണുള്ളത്. ഒന്ന് നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള ഉപ്പ, അത് ആദമും ഹവ്വയുമാണ്. നമുക്കറിയാം, വെളുത്തവനും കറുത്തവനുമാണെങ്കിൽ പോലും നിങ്ങൾ എന്തിനാ രണ്ടാകുന്നത്? നിങ്ങളൊരു ഉപ്പാൻ്റെ, ഉമ്മാൻ്റെ, ഒരു അച്ഛൻ്റെ, അമ്മയുടെ മക്കളല്ലേ എന്ന് ചോദിക്കുന്ന വിശാലമായ മാനവികതയുടെ ആ ആദം ഹവ്വ ഉപ്പ എന്നൊരു കൺസെപ്റ്റ്. മറ്റൊന്ന്, ഉപ്പ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയിട്ടാണ്. അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിൻപറ്റണം എന്ന് അത് നേരത്തെ സൂചിപ്പിച്ചു. അത് വളരെ കൃത്യമായിട്ട് ബുസ്താനി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഉപ്പാൻ്റെ മില്ലത്ത്, ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറയുമ്പോൾ ആ മില്ലത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. വിശുദ്ധ ഖുർആനിൽ 23 സൂറത്തുകളിലൂടെ 67 സ്ഥലത്താണ് നമ്മുടെ ആദർശ പിതാവിനെ പറ്റി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ പിതാവിനെ മാർഗം പിൻപറ്റണമെന്ന് 3 സ്ഥലത്താണ് അല്ലാഹു തആല കൽപ്പനാരൂപത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഒരു സ്ഥലത്ത് പറയുന്നത് ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാത. അതായത് പടച്ചവന് സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമർപ്പിച്ചു റബ്ബേ എന്ന് പൂർണ്ണമായി മനസ്സാ വാചാ കർമ്മണ പറയുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗങ്ങളും ചരിത്രവും ആവർത്തിച്ച് കേൾക്കുന്ന നമ്മൾ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ചിന്തിക്കുക, എൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചിട്ട് തന്നെയാണോ ഉള്ളത് എന്ന്. മങ്കോത്ത് അബൂബക്കർ മൗലവി എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം 1-2 സ്ഥലത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വജ്ജഹതു വജിയ എന്ന് ചെല്ലാം, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ എന്ന് പറഞ്ഞ് ചെല്ലാം. ഞാൻ ചെറുപ്പകാലത്തൊക്കെ വജ്ജഹതു ആണ് ചെല്ലാറുള്ളത്. പക്ഷേ എൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഞാനിപ്പോൾ അത് ചെല്ലാറില്ല. കാരണം എൻ്റെ മനസ്സാക്ഷി കുത്തനുഭവപ്പെടുന്നു. എൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്നാണല്ലോ ഞാൻ 5 പ്രാവശ്യം പറയേണ്ടത്. ഞാൻ അള്ളാഹുവിൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചായിട്ട് എൻ്റെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. കാപട്യമല്ലേ ഞാൻ പറയുന്നത് അള്ളാഹുവിനോട്. അതുകൊണ്ട് ഞാനത് ആ പ്രാർത്ഥന സുന്നത്താണെങ്കിൽ പോലും അത് ഞാൻ പ്രാർത്ഥിക്കാറില്ല. എനിക്ക് കുറ്റബോധം അനുഭവപ്പെടുന്നത് കൊണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ എന്ന പ്രവാചകൻ പഠിപ്പിച്ച മറ്റേ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. നമ്മൾക്ക് എപ്പോഴും ഈ കുറ്റബോധം ഉണ്ടാകണം. നമ്മൾ നമ്മളിലേക്ക് ടോർച്ചടിച്ചു നോക്കണം. അവനങ്ങനെ ഇവളിങ്ങനെ എന്ന് പറയുന്നതിന് പകരം ഞാനെങ്ങനെ എന്ന ഒരു ചിന്ത നമ്മുടെ ഇൻസൈറ്റിലേക്ക് അടിച്ചു വീശുവാൻ ഇത്തരം ക്ലാസ്സുകൾ, ഇത്തരം ക്യാമ്പുകൾ സഹായകമാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രാർത്ഥനാ നിർഭരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നാണ്. ആദ്യാവസാനം പ്രാർത്ഥന. വിശുദ്ധ ഖുർആനിൽ ചില പ്രവാചകന്മാരുടെ ഒരു പ്രാർത്ഥന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ 4 സൂറത്തുകളിലായിട്ട് 10 പ്രാർത്ഥനകൾ പറഞ്ഞിരിക്കുന്നു. അൽ ബഖറയിൽ 5 പ്രാർത്ഥന, സൂറത്ത് ഇബ്രാഹിമിൽ 6 പ്രാർത്ഥന, സൂറത്ത് ഷുആറയിൽ 6 പ്രാർത്ഥന, സൂറത്ത് സാഫാത്തിൽ 1 പ്രാർത്ഥന. 19 പ്രാർത്ഥനകളാൽ സമൃദ്ധമായ ഒരു പ്രവാചകനെ അവതരിപ്പിക്കുമ്പോൾ അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത്. അതിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. ജലീൽ മാഷ് സൂചിപ്പിച്ചതുപോലെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. പരലോകത്ത് അപമാനിക്കല്ല പടച്ചോനെ എന്ന് പറയുന്ന പരലോകത്തെ പേടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതം, നമ്മുടെയൊക്കെ ജീവിതം ആദ്യാവസാനം പ്രാർത്ഥനാ നിർഭരമായിരിക്കണം എന്നതാണ് ഇബ്രാഹിമി മില്ലത്തിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ രണ്ടാമത്തത് ഇവിടെ ആവർത്തിച്ച് അബ്ദുസ്സമദിൻ്റെ ക്ലാസ്സിലും അബ്ദുസ്സമദ് പാലക്കാടിൻ്റെ ക്ലാസ്സിലും അതേപോലെ തന്നെ നമ്മുടെ പാരൻറ്റിങ് എടുത്തിരിക്കുന്ന ഡോക്ടർ ഇർഷാദിൻ്റെ ക്ലാസ്സിലുമൊക്കെ നമ്മൾ കേട്ടത് നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണമെന്നാണ്.
നമ്മുടെ മക്കളെ കല്യാണത്തിന് പോകുമ്പോൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനപ്പുറത്തുള്ള ഒരു ചേർത്ത് പിടിക്കൽ ആവശ്യമാണ് എന്നാണ് ആവർത്തിച്ച് നമ്മളിവിടെ കേട്ടിട്ടുള്ളത്. അത് ഇതിലേ കേട്ട് ഇതിലേ പോവുകയാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവമാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ആ 19 പ്രാർത്ഥനകളിൽ 4 പ്രാർത്ഥനകൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി, റബ്ബേ എന്നെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണമേ, എൻ്റെ മക്കളെയും കണ്ടോ. അതേപോലെ തന്നെ വജ്നുബിനി വബനി അൻ അഅ്ബുദൽ അസ്നാം, വിഭാരാധനയുടെ അടുത്ത് പോലും എന്നെ എത്തിക്കല്ല റബ്ബേ, എൻ്റെ മക്കളെയും എത്തിക്കല്ല റബ്ബേ. നോക്കൂ, ഇങ്ങനെ മക്കൾക്ക് റബ്ബി ഗഫിർലി വലിവാലിദയ്യ, എനിക്ക് പുറത്തു തരണം, എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണം. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, പരലോകത്തന്നെ വഷളാക്കല്ല റബ്ബേ. വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, സ്വർഗ്ഗത്തിൽ ഒരിടം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണമേ റബ്ബേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബത്തിന് വേണ്ടി, തൻ്റെ പരലോകത്തിന് വേണ്ടി, ഭാവി സമുദായത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച് മാതൃക കാണിച്ച് എന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകളിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ കാലെടുത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലാഹു തആല ഇവിടെ കിട്ടിയ ആത്മാവിൻ്റെ പോഷണമായി കിട്ടിയ ഭക്ഷണം അത് കേടുവരാതെ, അത് എടുത്ത് പുറത്തേക്ക് ഇടേണ്ടി വരാത്ത വിധം നമ്മുടെ ജീവിതത്തെ പുഷ്കലമാക്കുന്ന, നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്ന വിധത്തിലുള്ള ഒരു വിഭവമായി തന്നെ നമുക്ക് അനുഭവവേദ്യമാകട്ടെ. അങ്ങനെ ആകണമേ റബ്ബേ, അങ്ങനെ ആക്കണമേ പടച്ചവന് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈ കൂടിച്ചേരൽ ഇതേപോലെ തന്നെ നാളെ സ്വർഗത്തിൽ കുടുംബസമേതം, നേരത്തെ ആമുഖത്തിൽ ഖിറാഅത്തിൽ പാരായണം ചെയ്തത് സൂറത്തുൽ റഅദിലെ 22-23 ആയത്തുകളാണ്. അതിൽ നിങ്ങൾ മാത്രമല്ല സ്വർഗത്തിൽ പോവുക, വമൻ സലഹ മിൻ ആബാഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, നിങ്ങളെപ്പോലെ നല്ല ജീവിതം നയിച്ച നിങ്ങളുടെ ഉപ്പ അവിടെ ഉണ്ടാകും, നിങ്ങളുടെ ഇണ അവിടെ ഉണ്ടാകും, നിങ്ങളുടെ മക്കൾ അവിടെ ഉണ്ടാകും എന്ന് പറയും. നമ്മൾ കോരിത്തെരിപ്പിക്കുന്ന ആയത്താണ്. ആമുഖമായി നമ്മുടെ ഹാഫിള് കൂടിയായിട്ടുള്ള ഷക്കീർ ഫാറൂഖിയുടെ മകൻ കൂടിയായിട്ടുള്ള നമ്മുടെ സൽമാൻ ഫാരിസ് ആ ഖിറാഅത്തോടു കൂടിയാണ് തുടങ്ങിയത്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അല്ലാഹു തആല സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ, വീഴ്ചകൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് സ്വർഗത്തിൽ ഒരിടം നേടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംതൃപ്തധന്യമായ കൺകുളിർമ അനുഭവിക്കാൻ സാധിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ഭാഗമാകാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.